ഹലോ അങ്ങനെ നമ്മുടെ പാർട്ട് 2 നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഐഡിയയും ഇല്ല എന്ത് ചെയ്യണം, എന്താ കാണണ്ടേ, അങ്ങനെ നമുക്ക് അറിയില്ലൊന്നുമേ. അപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു മരുന്ന് മേടിക്കണമായിരുന്നു, കാലുവേദന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണോട് പറഞ്ഞു കണ്ണ് അവിടെ ഇറങ്ങിയിട്ട് ലോക്കലായിട്ട് ആരുടെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ജീപ്പ് ഡ്രൈവേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ നമ്മളുടെ എമൗണ്ട് പറയും, ഇങ്ങനെ 3-4 സ്ഥലങ്ങൾ കാണിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ ചേട്ടനോട് എന്തോ കണക്ട് ആയി കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ. പുള്ളിക്കാരൻ പറഞ്ഞൊരു 3 മണിക്കൂറുണ്ട്, 2000 രൂപയാണ്, എത്ര പേരുണ്ടെങ്കിലും ഓക്കെയാണ്, പക്ഷെ ഒരു ജീപ്പ് എടുക്കുന്നതിനാണ് 2000 രൂപ. അത് ഇത്ര സ്ഥലങ്ങൾ 4 പോയിൻറ്റ്സ് എന്തോ കാണിക്കും എന്ന് പറയും. അപ്പോൾ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് ആ സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള ലോക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഷാജി എന്ന ചേട്ടൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ചിലർ നമ്മുടെ അടുത്ത് 2500 അങ്ങനെ എമൗണ്ട് കൂട്ടി പറയും. പക്ഷേ ചില ആളുകൾ കുറച്ച് 2000 രൂപ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ചെന്ന വഴിക്ക് തന്നെ 2-3 പേര് നമ്മുടെ 2000 പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു പോയിട്ട് വരാൻ നോക്കട്ടെ എന്നൊക്കെ, നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. പക്ഷേ ഇത് വെർത്തായി പോയി കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം 2000 രൂപയ്ക്ക് നമുക്ക് ശരിക്കും, ഈ ചേട്ടനും കൂടി ആയതുകൊണ്ടാണെന്ന് എന്താണെന്നറിയില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരും. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് ചേട്ടൻ പറഞ്ഞു തന്നത്. ആദ്യമേ പറഞ്ഞായിരുന്നു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, പിന്നെ ഡാമിൻ്റെ സൈഡുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താ ആ സൈഡാണോ, സൂയിസൈഡ് സൈഡാണോ എന്ന് വെച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ ആൾക്കാരൊക്കെ അവിടെ മരിക്കുമോ, പറഞ്ഞു പണ്ട് അങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചാടാനൊക്കെ തോന്നും കേട്ടോ. കാരണം ഭയങ്കര ഹൈറ്റിലാണ്, നല്ല രസമാണ്. ഈ മേളിലോട്ട് ഇങ്ങനെ ആ ജീപ്പ് കയറുമ്പോൾ ഭയങ്കര ഒരു ജീപ്പെല്ലാം പോയിട്ട് ഇങ്ങനെ ഷെയ്ക്കായി കിടക്കുന്ന സ്ഥലമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ കുലുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നേ. പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസാണ്. എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്, എന്നാലും എനിക്ക് ഈ മലയൊക്കെ കാണുമ്പോൾ ഓടി പിന്നെ നമ്മുടെ കൈയും കാലും ഇങ്ങനെ കുരുത്ത് വരില്ലേ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമുക്കിങ്ങനെ അതെനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തരണേന്നേ. ഇത്രയും ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഈ ഒരു വല്ലാത്തൊരു ഫീൽ വരും. അങ്ങനെ ഭയങ്കര രസം എന്ന് പറഞ്ഞിട്ടില്ല. മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നേ. കുറച്ചങ്ങ് താമസിച്ചാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം എല്ലാം മാറുമല്ലോ, കാരണം ഉണങ്ങാൻ തുടങ്ങുമല്ലോ. അങ്ങനെ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. കാരണം കുഞ്ഞ് ഇതുവരെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്, കുഞ്ഞ് ഒഴുകുന്ന സ്ഥലത്ത് വരെ ഒഴുകുന്നുണ്ടേ. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, കാരണം നമുക്കിനി വേറെ 2-3 സ്ഥലങ്ങളും കൂടി പോകാനുള്ളതുകൊണ്ട് ജസ്റ്റ് അവിടെയൊക്കെ കണ്ട് കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇതായിരുന്നു. അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നോക്കുമ്പോൾ നമ്മുടെ SNDPയുടെ നമ്മുടെ ജാഥയുണ്ടല്ലോ, ചതയദിനാഘോഷം, അതങ്ങ് തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ചെണ്ടകൊട്ടും ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് സൈഡിൽ കൂടി വരും. ഭയങ്കര ഫാസ്റ്റിലാട്ടോ പോകുന്നത്. ചതയ യാത്രക്കാരെല്ലാം നമ്മുടെ ജീപ്പ്, കാരണം നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ എത്തിപ്പെടണമല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് നല്ല വർത്തായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പം 3-4 പോയിൻറ്റ്സും കൂടി നമ്മൾ കാണുന്നുണ്ട്, അതെല്ലാം ഞാൻ പാർട്ടായിട്ട് ഇടാവേ.